വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഐസിംഗ് ആണ്. ഞാൻ നേരത്തെ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് കാണുക. ആ സ്പഞ്ച് തന്നെയാണ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തു. പിന്നെ 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടി ഞാൻ 1/2 കപ്പ് ഫിയോനയുടെയാണ് ഞാൻ എടുക്കുന്നത്. 1/2 കപ്പ് ഫിയോന ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തു. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പും കൂടെ അഡീഷണലായിട്ട് എടുക്കുക. നമുക്ക് ഡിസൈനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതെടുത്തു അത് ബീറ്റ് ചെയ്യുന്നു. ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്ക് വെച്ചാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. അത് കണ്ടോ, നല്ലപോലെ ബീറ്റ് കണ്ടോ, നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ ഐസിങ് ചെയ്യേണ്ടത്. ആ ബീറ്റിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അതാണ് നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ 3 ലെയർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് മാറ്റി വെക്കുക. പിന്നെ നമ്മളൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് കുറച്ച് ക്രീം എടുക്കുക. 1/2 kg വേണ്ടി നമ്മൾ 8 ഇഞ്ച് ബേസാണ് നമ്മൾ എടുക്കുന്നത്. ആ ബേസിനകത്തൊരു ശകലം ക്രീം പുരട്ടുക. അത് നമ്മുടെ കേക്ക് ഓരോ ലെയർ വെക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുക, നല്ലതുപോലെ വെറ്റ് ചെയ്യുക. അതിന് നമ്മൾ ഷുഗർ സിറപ്പാണ് വെറ്റ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് 1/2 kgക്ക് 1/2 കപ്പ് വാട്ടറും അതിൻ്റെ കൂടെ 1/4 കപ്പ് ഷുഗറും ആഡ് ചെയ്ത് നല്ലപോലെ മെൽറ്റ് ചെയ്ത് നല്ല ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ആ കേക്കിലേക്ക് ഒഴിച്ച് പിന്നെ ക്രീം നമ്മൾ ഫില്ല് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ പുറത്തേക്ക് ഞാൻ ചോക്കോ ചിപ്സ് കുറച്ചിട്ടു, പിന്നെ ചെറീസ് ഇട്ടു. അതൊക്കെയാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഓരോ ലെയറും വെച്ച് ഇതേ പ്രോസസ്സ് നമ്മൾ ചെയ്യുക. അങ്ങനെ വീണ്ടും മുകളിലത്തെ ടോപ്പിലാണ് ഞാൻ ആദ്യം ക്രീം അപ്ലൈ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ അതൊരു നല്ലൊരു ഷേപ്പിലെത്താൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ ഐസിങ് സ്പാച്ചില ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്യുക. പിന്നെ അതിനുശേഷം സൈഡിലാണ് നമ്മൾ പിന്നെ ഫില്ല് ചെയ്യുന്നത്. ക്രീം സൈഡിലെല്ലാം നമ്മളിങ്ങനെ ടേബിൾ ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സ്ക്രാപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്യുക. നല്ല സ്മൂത്തായിട്ട് ഷേപ്പ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഷേപ്പ് ആയല്ലോ, നല്ല ഷേപ്പ് ആവും. പിന്നെ നമുക്കൊരു ഡിസൈന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്രീമിനകത്ത് യെല്ലോ കളർ മിക്സ് ചെയ്ത്, യെല്ലോ ഫുഡ് കളർ കേട്ടോ, മിക്സ് ചെയ്തു ഒരു നൈഫ് ഉപയോഗിച്ച് ഞാനിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കുക. അപ്പോൾ അതൊരു ഡിസൈനാകുന്നു. പിന്നെ ഒരു നോസിൽ എടുത്ത് ലീഫ് നോസിലാണ് ആ ഒരു ലീഫ് വരാൻ വേണ്ടി ഞാൻ അതൊരു ലീഫ് നോസിൽ ഉപയോഗിച്ച് അത് ചെയ്തു. നമ്മുടെ ഇഷ്ടത്തിന് ഓരോ ഡിസൈൻസ് നമ്മൾ എടുക്കുക, അത്രയേ ഉള്ളൂ. ഓരോരോ ഡോട്ട്സ് മുകളിൽ കൊടുത്തു, താഴെ കൊടുത്തു, ഒക്കെ നമ്മുടെ ഇഷ്ടം ഓരോ ഡിസൈൻസ് എടുക്കുക. അത് കൺഗ്രാജുലേഷൻസ് ഡിയർ. ഇത് ഈ കേക്ക് ഓർഡർ ചെയ്തത് എൻ്റെ ഒരു ട്യൂഷൻ കുട്ടിയാണ്, നെജയാണ്. 10th ഫുൾ A+ ഉണ്ടായിരുന്നേ. താങ്ക് യു നെജ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.